നാട്ടിലെത്തിയിട്ട് ആദ്യമായിട്ട് പുറത്ത് പോയിട്ട് ഭക്ഷണം കഴിക്കാൻ പോവുകയാണ്. വീട്ടിൽ നിന്നുള്ള ഭക്ഷണം എത്രയൊക്കെ ആസ്വദിച്ച് കഴിച്ചാലും എന്തെങ്കിലുമൊക്കെ പുറത്തുനിന്ന് കഴിക്കാൻ വേണ്ടി നമ്മൾ ബാക്കി വെച്ചിട്ടുണ്ടാവുമല്ലോ. ആ ആഗ്രഹ സഫലീകരണത്തിനാണ് കേട്ടോ ഇപ്പോൾ പോകുന്നത്. പോകുന്ന വഴിക്ക് നല്ല മഴയുണ്ടായിരുന്നു. ഈ പ്രാവശ്യം വെക്കേഷൻ എനിക്ക് നന്നായിട്ട് മഴ കൊള്ളാനും ആസ്വദിക്കാനും ഒക്കെ പറ്റിയെന്നുള്ളൊരു പ്രത്യേകതയും കൂടി ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നാട്ടിൽ നിന്ന് പോകുമ്പോൾ ഇതുപോലൊരു സംരംഭം ഇവിടെ തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. സാഫ്രൺ മന്തി എന്ന് പറയുന്ന ഈസ്റ്റ് ഒറ്റപ്പാലത്ത് തുടങ്ങിയ ഒരു റെസ്റ്റോറൻറ്റിലേക്കാണ് കേട്ടോ നമ്മൾ നേരെ വെച്ച് പിടിച്ചത്. രാത്രി ഏതാണ്ട് 10-10:30 മണിയായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരുപാട് ഓപ്ഷൻസ് ഒന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചേ. പക്ഷേ ഈസ്റ്റ് ഒറ്റപ്പാലം പഴയ ഈസ്റ്റ് ഒറ്റപ്പാലം അല്ല, കംപ്ലീറ്റ് റെസ്റ്റോറൻറ്റ്സ് ഓപ്പൺ ആയിരുന്നു കേട്ടോ. എന്തായാലും നമ്മൾ സാഫ്രൺ മന്തിയിൽ പോയിട്ട് എൻ്റെ പതിവ് തെറ്റിക്കാതെ ഞാൻ മെനു കാർഡ് ഇരുന്ന് പരതി നോക്കുകയാണ്. ഇതൊക്കെ കഴിഞ്ഞാലും എനിക്ക് ആകെ ഇതിൽ 2 സാധനങ്ങൾ മാത്രമേ ചിരപരിചിതമായിട്ടുള്ളൂ: പെരി പെരി മന്തിയും അൽഫാം മന്തിയും. എന്നാൽ പിന്നെ സംഗതി അല്പം കളറായിക്കോട്ടെ എന്നും പറഞ്ഞ് ഞാനൊരു പെരി മന്തിയാണ് കേട്ടോ ഓർഡർ ചെയ്തത്. ഈ ഒരു സാധനമാണ് എനിക്കിവിടെ ഏറ്റവും ഇഷ്ടമായത്. ഇതാണ് ഇവിടെ കൊണ്ടുവന്ന് വരുന്ന ഫ്രീ ആയിട്ടുള്ള കട്ടൻ ചായ. ഇത് അൺലിമിറ്റഡ് ആണ് കേട്ടോ. എനിക്ക് ആ സാധനം കുടിച്ചിട്ടും മതിയാവുന്നുണ്ടായിരുന്നില്ല. ഞാനാണ് ആ ഒരു ഫ്ലാസ്കിലുണ്ടായിരുന്ന മൊത്തം കട്ടൻ ചായയും കുടിച്ചു തീർത്തത്. എൻ്റെ ആർത്തി കണ്ടിട്ടാണ് തോന്നുന്നുണ്ട് അവർ പോകുന്ന സമയത്ത് എന്നോട് ചോദിച്ചു, ചേച്ചി കുറച്ചും കൂടെ കട്ടൻ ചായ വേണമെന്ന്. പക്ഷേ ഇനി കട്ടൻ ചായ കുടിച്ചാൽ ഉറക്കം സീനാവും എന്നുള്ളതുകൊണ്ട് തന്നെ നമ്മൾ നേരെ പോയത് ഒറ്റപ്പാലത്ത് പുതിയതായിട്ട് തുടങ്ങിയിട്ടുള്ള ബാസ്കിൻ റോബിൻസിൻ്റെ ഔട്ട്ലെറ്റിലേക്കാണ് കേട്ടോ. ഇവിടെ കണ്ട സകല ഐസ്ക്രീംസും ട്രൈ ചെയ്ത് നോക്കിയിട്ടാണ് അവസാനം ഞാനൊരു തീരുമാനത്തിലെത്തിയത്. ഒറ്റപ്പാലത്ത് ബാസ്കിൻ റോബിൻസ് കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് വല്ലാത്ത സന്തോഷമായിരുന്നു കേട്ടോ. നല്ല യമ്മി ആയിട്ടുള്ള ഐസ്ക്രീംസൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സന്തോഷവും സുഖമൊക്കെ ഉണ്ടല്ലോ. നാടൊക്കെ അങ്ങോട്ട് പുരോഗമിക്കുകയാണെന്നേ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പോകുന്ന സമയത്ത് ഇതൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ. അതിൻ്റെ ഒരു സന്തോഷം എനിക്കുണ്ടായിരുന്നു. അപ്പം എന്നാൽ ശരി, പിന്നെ കാണാട്ടോ.